ചക്ക വച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ ചക്ക കിട്ടി കഴിയുമ്പം സാധാരണ നമ്മൾ തോരൻ വെക്കും, അതല്ലെങ്കിൽ പുഴുക്കുണ്ടാക്കും, അല്ലെങ്കിൽ ആ ചക്ക നമ്മൾ പഴുപ്പിച്ച് ചക്കപ്പഴമായിട്ട് കഴിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചക്ക കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ. വൈകുന്നേരം ചായക്ക് എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കേണ്ട, ചെറിയ രീതിയിലൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയ്ക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാളം പച്ചച്ചക്കയാണ് എടുത്തിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുരും കുന്തുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് പള്ളേ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് കറക്കി എടുക്കാൻ പറ്റുമെങ്കിൽ കറക്കി എടുത്താൽ പെട്ടെന്ന് എളുപ്പമായിട്ട് അത് കറങ്ങി കിട്ടും. ഇനി ഒരുപാട് വലിയ മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ കറക്കാൻ നോക്കുമ്പോണ്ടല്ലോ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത് ശരിക്കും ശരിയായി കിട്ടത്തില്ല. അപ്പം ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കറക്കി എടുത്തോട്ടോ, പെട്ടെന്ന് ഇതുപോലെ കിട്ടും. ഒരുപാട് ചമ്മന്തി ആക്കി എടുക്കണ്ട കേട്ടോ. ഈ ഒരു പരിവ് കേട്ടോ, ഒരു ചെറിയൊരു ഇതും പറയില്ലേ ചതച്ച രീതിയിൽ ഇതുപോലെ കേട്ടോ, ഇത്ര ആക്കിയാൽ മതി. ഇനി ഉണ്ടല്ലോ നമുക്ക് മസാല തയ്യാറാക്കാവേ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കൊട്ടിക്കോട്ടോ. ഇനി ഉണ്ടല്ലോ ചെറിയൊരു സവാള ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ സവാളയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലേവർ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അത് ഇതുപോലെ നരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്കൊരു കുറച്ച് മുളക് പൊടി കേട്ടോ, മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പില നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പിച്ച് കീറി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്കത് കടിക്കുമ്പം ആ ഒരു കറിവേപ്പിലയും കൂടി കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ ഇത്തിരി അങ്ങ് പിച്ച് കീറി ഇട്ടോ. ഇനി ഉണ്ടല്ലോ കടലമാവ് ഉണ്ടെങ്കിൽ ഒരുപാട് കടലമാവ് ഒന്നും മാരിയിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദമാവോ എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, മൈദമാവോ ഗോതമ്പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ വറുത്ത അരിപ്പൊടി ആകുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ. കടലമാവും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കടലമാവും ഇതും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം എന്താണെന്ന് അപ്പോൾ നമ്മൾ ചതച്ചെടുത്തില്ലായിരുന്നോ ചക്ക, അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൂട്ടിലേക്ക് നോക്കുക. ആ പരുവം എന്തോരമുണ്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് വന്നതെങ്കിൽ പിന്നെ അതൊക്കെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, പായസമായി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ ഒരു കുറച്ച് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വട്ടത്തിൽ നിന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഏകദേശം നമ്മളെന്താ ഒരു ഉള്ളിവട പരിപ്പോടയുടെയൊക്കെ ആ ഒരു രീതിയിൽ ഇതിങ്ങനെ കേട്ടോ, ഈ ഒരു രീതിയിൽ അതാണ് കറക്റ്റ് പരുവേ. ഇതുപോലെ നാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മൊത്തം ആ ഒരു രീതിയിൽ പരിപ്പോടയുടെ ഒരു സ്റ്റൈലാക്കിയിട്ട് ഇത് ഫുള്ളായിട്ട് ഞാനിപ്പം ഇതുപോലെ ഉരുട്ടി പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഉണ്ടല്ലേ ഒരു വാള ചക്ക വെച്ചിട്ട് എന്തോരാന്ന് നോക്കിക്കേ, നമ്മൾ പരിപ്പോട ഒരെണ്ണമൊക്കെ കടയിൽ നിന്ന് വാങ്ങണതിന് എത്ര രൂപയല്ല. അപ്പോൾ ഇതുപോലെ പച്ചച്ചക്ക കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ കൂടെ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോഴും നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ചെറിയൊരു രീതിയിലൊന്ന് വ്യത്യാസമൊക്കെ പെടുത്തി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പാത്രം കലയൊക്കെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് വട്ടം ഇതുപോലെ പരത്തി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഓരോന്ന് വീതം കിട്ടും കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിക്ക് ഇങ്ങനെ ആക്കി എടുക്കരുത്. ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തുമ്പോഴേ നല്ല കട്ടി കനം കുറച്ചിട്ട് കൈ വെച്ച് പരത്തി എടുക്കണ്ടോ, എന്നാലും നല്ല കരിമുരാന്ന് ക്രിസ്പായിട്ടിരിക്കത്തുള്ളൂ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കരിഞ്ഞ് മുരിഞ്ഞിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിഞ്ഞ് മുരിഞ്ഞല്ല, ഒരുപാട് കരിഞ്ഞ് മുരിഞ്ഞ് പോരുത്, നല്ല ബ്രൗൺ കളറിൽ അങ്ങോട്ട് ഇതുപോലെ ആകുമ്പോൾ കോരി എടുക്കുക. ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പാണ് കേട്ടോ. പുറം നല്ല എന്താ നമ്മൾ ചക്ക വറുത്തൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെയാണ്. പുറം നല്ല ക്രിസ്പായിട്ടിരിക്കും. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ ഒക്കെ കൂടത്തിലൊക്കെ 1-2 ഉണ്ടെങ്കിലുണ്ടല്ലോ വയറിറച്ച് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചക്ക കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അപ്പം നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവർക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു കാണാവേ, ബൈ.